C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇന്ന് നിങ്ങൾ ഇവിടെ കിടക്ക്. ഇത് നിങ്ങൾ എന്നെ കഴിഞ്ഞ ദിവസം തല്ലിയതിന് പകരം തീർത്തൊന്നുമല്ല. ചുമ്മാ ഒരു കുശുമ്പ്. DKയുടെ ശാന്തി മുഹൂർത്തം ഇന്ന് നടക്കണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അത് മുടക്കാൻ വേണ്ടി തന്നെ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്തത്. ഓ, എന്തൊക്കെ ആഘോഷങ്ങളായിരുന്നു അമരാവതിയിൽ. മകന്റെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പത്മാവതി അമ്മ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയത്. അതെല്ലാം ദാ ഇവിടെ എന്റെ ഈ ലോക്കപ്പിൽ തീർന്നു. ചിരിക്കുന്നു. സ്വന്തം ശാന്തി മുഹൂർത്തം മുടങ്ങിയിട്ടും നിങ്ങൾക്കൊരു വിഷമമില്ല DK? ചിരിയാണോ വരുന്നത്? എന്റെ തീരുമാനം, എന്റെ ജീവിതം. നിനക്കെന്നെ ഇവിടെ തളച്ചിടാൻ പറ്റില്ല അവിനാഷ്. നിശ്ചയിച്ച പോലെ ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കും. അതിനു മുമ്പ് ഞാൻ ഇവിടുന്ന് പോയിരിക്കും. എന്നെ തടയാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു. ആ കമ്മീഷണർ വന്ന് ഇവിടുന്ന് ഇറക്കിക്കൊണ്ട് പോകുമെന്നായിരിക്കും മനസ്സിൽ. നടക്കില്ല. ഈ ലോക്കപ്പ് ഏത് കമ്മീഷണർ വന്നാലും തുറക്കില്ല. അതിനുള്ള ഉറപ്പ് ഞാനങ്ങ് മേളീന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം. ഈ താക്കോല് ഇനി എന്റെ കയ്യിലിരിക്കും. ഇന്ന് ഞായറാഴ്ച. ഇന്നിനി ഒരു കോടതിയിലും നിങ്ങളെ ഹാജരാക്കാൻ പറ്റില്ല. പിന്നെ നാളെ നേരം വെളുത്തൊരു 11 മണി ആവണം കോടതിയിൽ നിങ്ങളെ ഹാജരാക്കി ജാമ്യത്തിലെടുക്കാൻ. നിങ്ങൾക്ക് ജാമ്യം കിട്ടില്ല DK. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തു വച്ചോളാം. ഇന്ന് രാത്രി നിങ്ങളുടെ ശാന്തി മുഹൂർത്തം. അവൾ അവിടെയും നിങ്ങളിവിടെയും. അതോർത്ത് അങ്ങ് കിടന്നുറങ്ങിയാൽ മതി. ഇവിടെ എൻ്റെ ഈ ലോക്കപ്പിൽ. വേണമെങ്കിൽ ഞാൻ നാളെ രാവിലെ വന്ന് നിങ്ങളെ തുറന്നു വിടാം. ലോക്കപ്പ് പൂട്ടി താക്കോൽ നീ കൊണ്ടുപോയിക്കോ. പക്ഷെ നീ ഒന്നോർത്തോ, ഈ താക്കോലുമായി നീ തന്നെ വരും. ഈ ലോക്കപ്പിന്റെ വാതിൽ നീ തന്നെ വന്ന് തുറക്കും. എന്റെ ശാന്തി മുഹൂർത്തത്തിന് മുൻപ് തന്നെ ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചെത്തും. ഓ, ഞാൻ തന്നെ തുറക്കോ? അതെന്ത് മാജിക്ക്! DK മജീഷ്യനാണോ? അതൊരു മാജിക് തന്നെയാണ്. ആ മാജിക് എന്താണെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ നീ. പക്ഷേ ഒന്നുറപ്പാ, ആ മാജിക് നിന്റെ ജീവിതത്തെ തലകീഴായി മറിക്കാൻ പോവാ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. നമുക്ക് ചുമ്മാ മത്സരിക്കാൻ DK. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനാണേ നിങ്ങൾ ജയിച്ചു. ഇല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ വന്ന് തുറന്നു തരാം. ഒരു കോടതിയിലും ഹാജരാക്കാതെ ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. നിന്റെ ഒരു ദാശനും എനിക്ക് ആവശ്യമില്ല. എനിക്ക് പോകണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ ഈ ലോക്കപ്പിനുള്ളിൽ നിന്ന് ഞാൻ പോയിരിക്കും. DK ആരാണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അമ്മേ, നമ്മൾ ഇനി എന്താ ചെയ്യാ? ഇന്നിനി DKയുടെയും ജ്യോതിയുടെയും ശാന്തി മുഹൂർത്തം നടക്കുമോ? എങ്ങനെ നടക്കാനാ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ട് വേണ്ടേ? DKക്ക് എന്തിനെ ഒരു കാരണവശാലും വരാൻ പറ്റില്ല. DK എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല.
നിങ്ങളൊരു കാര്യം ചെയ്യും, പോയി ശാന്തി മുഹൂർത്തത്തിനായി DKയുടെ മുറി ഒരുക്ക്. അമ്മ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാര്യമൊന്നും ഇനി നടക്കില്ലമ്മേ. നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, അവിനാശ് DK ഇന്ന് ഒരു കാരണവശാലും അവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അമ്മേ, ഞങ്ങള് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോയാലോ? വേണ്ട, യു ഡോണ്ട് ഗോ, ഹീ കം. എന്താ അമ്മേ? നിങ്ങൾ ആരും ഒരിടത്തേക്കും പോവണ്ടെന്ന്. അവൻ എന്റെ മകനാണെങ്കിൽ അവൻ വരും, വന്നിരിക്കും. ആ, നിങ്ങൾ പോയിട്ട് അവന്റെ റൂം അലങ്കരിക്കേ. അമ്മ എന്താ തമാശ പറയാണോ? യു ഗോ, പോയി മുറി അലങ്കരിക്ക. അവൻ വരും, ഐ ആം ഷുവർ. എന്തിനാണോ ഈ പാഴ്വേല? ഈ ശാന്തി മുഹൂർത്തം ഒന്നും നടക്കാനേ പോകുന്നില്ല. പിന്നെ എന്തിനാ മായച്ചി നമ്മളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതൊന്നും നമ്മൾ അറിയേണ്ട ഒരു കാര്യമില്ല. നമ്മളോട് ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച ജോലി മാത്രം നമ്മൾ ചെയ്താൽ മതി. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യവും നമ്മൾ അന്വേഷിക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? അന്വേഷിക്കുന്നില്ല. പക്ഷേ എന്നാലും നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? എന്ത് ഉത്തരവാദിത്വം? DKയും ജ്യോതിയും നമ്മുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനുമാണ്. അവരുടെ കാര്യങ്ങൾ അവര് നോക്കിക്കോളും. നമ്മൾ അതിൽ തലയിടാൻ നിൽക്കണ്ട. DKയുടെയും ജ്യോതിയുടെയും ലൈഫിലെ ഏറ്റവും നല്ല ദിവസമായിരുന്നു ഇത്. അത് അവിനാശം മുടക്കി. പക്ഷേ നമ്മുടെ അമ്മായിയച്ഛനെ നമുക്കറിയില്ലേ, അവസാന നിമിഷം DK രക്ഷപ്പെടും. ഇത്തവണ അവിനാശ് രണ്ടും കൽപ്പിച്ച. കമ്മീഷണർ ചെന്നിട്ട് പോലും അവിടെ നിന്ന് തിരിച്ചു പോരേണ്ടി വന്നില്ലേ? നാളെ നേരം വെളുത്തിട്ട് DKയെ വിട്ടാ മതിന്ന് അവിനാശ് കരുതിയിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.